ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ താരങ്ങളെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടൻ അമിത് ചക്കാലക്കലിന് നോട്ടീസ് നൽകി. ദുൽഖർ സൽമാനും ഉടൻ നോട്ടീസ് നൽകുന്നതുമാണ് വിവരം. നവമി ദിനേശ് ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, എന്തായാലും സിനിമാ താരങ്ങൾ ഇഡിയുടെ ചോദ്യം മുന്നിലേക്ക് എത്തുകയാണ്. അമിത് ചക്കാലക്കലിന് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ദുൽഖർ സൽമാനും ഉടൻ തന്നെ നോട്ടീസ് നൽകുന്ന വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്കെതിരെ നടപടികളിലേക്ക് കടക്കുന്നു, ഇഡി നടപടികളിലേക്ക് കടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ആണ് ആദ്യ അന്വേഷണം തുടങ്ങിയത്. 17 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ്. ആ റെയ്ഡിൽ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളും ഉൾപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഇവരുടെ വാഹനങ്ങളും കസ്റ്റംസ് പിടിച്ചെടുക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു അന്വേഷണത്തിൽ ഇഡി കൂടി പങ്കുചേരുകയായിരുന്നു. ഇഡിയുടെ പ്രധാനപ്പെട്ട അന്വേഷണം ഇതിലൊരു ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങുന്നതിന് വേണ്ടി ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന വാഹനം ഇടനിലക്കാർ വഴിയാണ് ഇവർ സ്വന്തമാക്കുന്നത്. ഇതിന്റെ പണം നൽകുന്നതിനടക്കം കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇഡിയുടെ മുന്നിലുള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ ഒരു അന്വേഷണത്തിൽ കൂടി ഇഡി ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ദുൽഖർ സൽമാന്റെ അമിത് ചക്കാലക്കലിന്റെ വീടുകളിലും ദുൽഖർ സൽമാന്റെ വെൽഫെയർ പ്രൊഡക്ഷൻ കമ്പനിയിലുമൊക്കെ ഇഡി ഉദ്യോഗസ്ഥർ ഒരു റെയ്ഡ് നടത്തിയിരുന്നു. അതിൽ ചില രേഖകളും പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ ഉടൻ തന്നെ നോട്ടീസ് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമിത് ചക്കാലക്കലിനോടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ചില തടസ്സം കാരണം ഉടനെ ഹാജരാക്കാൻ കഴിയില്ല എന്നാണ് അമിത് ചക്കാലക്കൽ മറുപടി നൽകിയിരിക്കുന്നത്. ഒപ്പം സാവകാശം കൂടി തേടിയിട്ടുണ്ട്. ഇവരോട് ചില രേഖകൾ, ഈ ബാങ്ക് ഇടപാട് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ ഒരു ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകും. ഇഡിയെ സംബന്ധിച്ച് നിർണായകമായൊരു നീക്കത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ദുൽഖർ സൽമാൻ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് നിയമപരമായി തന്നെയാണ് താൻ ഈ വാഹനം വാങ്ങിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു തരത്തിലുള്ള നിയമലംഘനമൊന്നും ഇല്ല, പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിക്കലൊന്നും തന്നെ ഇതിന്റെ പിന്നിലില്ല. താൻ എല്ലാ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വാഹന കച്ചവടം നടത്തിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള രേഖകൾ തന്റെ പക്കലുണ്ടെന്നാണ് ദുൽഖർ സൽമാൻ കോടതിയിലടക്കം വ്യക്തമാക്കിയത്. ഈ വാഹനം, അതിൽ ഒരു ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഈ വാഹനം നിരത്തിലിറക്കരുതെന്ന നിർദ്ദേശത്തിൽ കസ്റ്റംസ് ദുൽഖർ സൽമാന് വാഹനം വിട്ടു നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇഡി ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അമിത് ചക്കാലക്കലും പറയുന്നത് ഇതിനു മുൻപും കസ്റ്റംസ് അടക്കം തന്റെ വാഹനം പരിശോധിച്ചതാണ്. വാങ്ങി എന്നുള്ളതാണ് ഈ താരങ്ങൾ ചെയ്തൊരു കുറ്റം. അതായത് അവരുടെ അറിവോടുകൂടിയല്ല, ഇത്തരം നികുതി വെട്ടിച്ചുകൊണ്ട് കടത്തിക്കൊണ്ട് വന്ന ഒരു വാഹനമാണ് ഇതെന്ന് ഒരുപക്ഷെ ദുൽഖർ സൽമാനും ഈ മറ്റു താരങ്ങളും ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇവരിൽ നിന്നും ചോദിച്ചറിയുക? കാരണം കൃത്യമായ രേഖകൾ ഇല്ലെങ്കിൽ എന്തായിരിക്കും കൂടുതൽ ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക എന്നറിയണം. നിലവിൽ ഇഡിയുടെയും കസ്റ്റംസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ്, ആരിലേക്കൊക്കെയാണ് നീങ്ങുന്നത്? ഇടനിലക്കാർ, വാഹനം വാങ്ങിയവർ, മറ്റ് ആരൊക്കെയാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത്? വിദേശ വ്യവസായി, അതോടൊപ്പം തന്നെ കാർ ഡീലർമാർ ഉൾപ്പെടെയുള്ളവർക്കും ഇഡി നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരവും. ഇവരും ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനം കൈപ്പറ്റിയവരാണ്, വാങ്ങിയവരാണ്. അവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഭൂട്ടാനിൽ നിന്നും വാഹനം കടത്തിക്കൊണ്ടുവരുന്ന ആളുകൾ, ഇതിന്റെ ഇടനിലക്കാർ, ഇവിടെ ആരൊക്കെയാണ് വാഹനം വാങ്ങിയത്, എല്ലാവരിലേക്കും അന്വേഷണം നീട്ടാൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാകുന്നത്. അതിനെ തുടർന്നാണ് ഇവരുടെ വീടുകളിലടക്കം റെയ്ഡിലേക്ക് പോലും ഇഡി കടന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നൊക്കെ നിർണായകമായിട്ടുള്ള രേഖകളും ഇഡിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ആധികാരിക പരിശോധിക്കലാണ് അടുത്ത ചോദ്യം ചെയ്യലിൽ ഉണ്ടാകുക. അതിനു വേണ്ടിയിട്ടാണ് ഇരുവരോടും ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് കേട്ടോ.
എന്തായാലും ഇഡിയുടെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുമ്പോൾ തന്നെയാണ് കസ്റ്റംസും ഇവരുടെ വാഹനം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഭൂട്ടാനിൽ നിന്നും വാഹനം കടത്തിയതുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ കസ്റ്റംസിനും ലഭിച്ചിരുന്നു. അതിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കുകയും അവരുടെ വിശദമായ ചോദ്യം ചെയ്യലടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നൊരു ഘട്ടത്തിലേക്കാണ് കസ്റ്റംസ് കടന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഇതിൽ ദുൽഖർ സൽമാൻ തുടക്കം മുതൽ പറയുന്നത് തനിക്ക് അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘവുമായിട്ടൊന്നും പരിചയമില്ല. സാധാരണ തനിക്ക് വാഹനങ്ങളോട് വലിയ രീതിയിൽ ഇഷ്ടമുള്ള ആളാണ്. ആ രീതിയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ സ്വന്തമാക്കുന്നത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. അതിന്റെ ഭാഗമായാണ് ഈ ഡിഫൻഡർ വാഹനം ഉൾപ്പെടെ സ്വന്തമാക്കിയത്. പക്ഷെ അതിൽ തന്റെ അനുമതി കൂടാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും കാണിക്കാതെ അകാരണമായാണ് ഈ കസ്റ്റംസ് ഈ വാഹനം പിടിച്ചെടുത്തതെന്ന് ആയിരുന്നു കോടതിയിലടക്കം ദുൽഖർ സൽമാൻ വാദിച്ചിരുന്നത്. പിന്നീട് ഹൈക്കോടതി ഉത്തരവിടുകയും ഇതിനെ തുടർന്ന് ദുൽഖർ സൽമാന്റെ വാഹനം എന്തുകൊണ്ടാണ് പിടിച്ചുവെച്ചതെന്നൊരു വിശദീകരണം കസ്റ്റംസിനോട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വിട്ടുകൊടുക്കാൻ ഈ വാഹനം വിട്ടുകൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലേ എന്നുകൂടി ഹൈക്കോടതി ചോദിക്കുകയും പിന്നീട് ദുൽഖർ സൽമാന്റെ അപേക്ഷ പരിഗണിച്ച കസ്റ്റംസ് ഈ വാഹനം വിട്ടു നൽകുകയും ചെയ്തു. ചില ഉപാധികളോടെയായിരുന്നു ഈ വാഹനം വിട്ടു നൽകിയത്. ആൾ ജാമ്യവും ബോണ്ടും നൽകേണ്ട സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഈ വാഹനം നിരത്തിലിറക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകി ആണ് ഈ ഡിഫൻഡർ വാഹനം ദുൽഖർ സൽമാന് തിരികെ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടിയാണ് ഇഡിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്.